സ്ട്രോബെറി പഴങ്ങളെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ, ആരോഗ്യപരമായ ഗുണങ്ങളും ദോഷങ്ങളും, കൂടാതെ ഈ ഫലവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചു വന്നിരുന്ന മിത്തുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ എവിടെയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണേണ്ടതാണ്. കടും ചുവപ്പ് നിറത്തിൽ കുലകുലകളായി കായ്ച്ചു കിടക്കുന്ന സ്ട്രോബെറി പഴങ്ങൾ കാണാൻ തന്നെ എന്ത് രസമാണല്ലേ! ഒന്ന് രുചിച്ചാലോ? നാവിലെ രസമുകുലങ്ങളെ ത്രസിപ്പിക്കുന്ന പുളിപ്പും മധുരവും കലർന്ന സ്വാദും. ചോക്ലേറ്റുകളാൽ അലങ്കരിച്ചും തിളങ്ങുന്ന വൈനിനോടൊപ്പം വിളമ്പുന്നതുമായ സ്ട്രോബെറിയെ ഇഷ്ടമല്ലാത്തവർ ആരുണ്ട്? ഗാർഡൻ സ്ട്രോബെറി, അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ സ്ട്രോബെറിയുടെ ദ്വിപദനാമം അഥവാ ബൈനോമിയൽ നെയിം ഫ്രഗേറിയ അനനാസ എന്നാണ്. 1750കളിൽ ഫ്രാൻസിലെ ബ്രിട്ടാനിയയിലാണ് ആദ്യമായി ഗാർഡൻ സ്ട്രോബെറി വളർത്തുന്നത്. 17ാം നൂറ്റാണ്ടിലാണ് വുഡ്ലാൻഡ് സ്ട്രോബെറി ആദ്യമായി കൃഷി ചെയ്തത്. ഏകദേശം 103 വ്യത്യസ്ത വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും സ്ട്രോബെറിക്കിടയിലുണ്ട്. ലോകമെമ്പാടും വ്യാപകമായി പഴങ്ങൾക്കായി ഇവ കൃഷി ചെയ്യുന്നു. സ്ട്രോബെറി പഴങ്ങളാകട്ടെ അതിൻ്റെ തനതായ സുഗന്ധം, കടും ചുവപ്പു നിറം, ജ്യൂസി അഥവാ മാംസളമായ ഘടന, സ്വാദ് എന്നിവ മൂലം മറ്റുള്ള പഴങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു. സ്ട്രോബെറികൾ സാധാരണയായി ഭക്ഷണങ്ങളുടെ രുചി വർദ്ധിപ്പിക്കുന്നതിനായി ഫ്ലേവറിംഗ് സബ്സ്റ്റൻസുകളായി ഉപയോഗിച്ചു വരുന്നു. ജാം, ജ്യൂസ്, പൈ, ചോക്ലേറ്റ്, മിൽക്ക് ഷേക്സ്, ഐസ്ക്രീം തുടങ്ങിയ ഭക്ഷണങ്ങളിലോ അതിനോടൊപ്പമോ സ്ട്രോബെറികൾ വൻതോതിൽ ഉപയോഗിച്ചു വരുന്നു. കൂടാതെ മിഠായി, പെർഫ്യൂമുകൾ, സോപ്പ്, ലിപ് ഗ്ലോസ് പോലുള്ള സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ കൃത്രിമ സ്ട്രോബെറി സുഗന്ധവും രുചികളും ഉപയോഗിച്ചു വരുന്നു. സ്വന്തമായി അവധി ദിവസമുള്ള പഴങ്ങളാണ് സ്ട്രോബെറികൾ. അതെ, മെയ് 20 പിഗ് സ്ട്രോബെറി ഡേ ആയി അറിയപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, പഴത്തിൻ്റെ പുറംഭാഗത്ത് വിത്തുകളുള്ള ഒരേ ഒരു പഴം സ്ട്രോബെറിയാണ്. ബെറി എന്നാൽ മാംസളമായവയും എന്നാൽ കുരുവില്ലാത്തതുമായ ഒരു പഴമാണ്. സസ്യശാസ്ത്രപരമായി പറഞ്ഞാൽ സ്ട്രോബെറി ഒരു ബെറിയല്ല. സ്ട്രോബെറിയെ ഒരു അഗ്രിഗേറ്റ് ആക്സസറി പഴമായാണ് തരംതിരിച്ചിട്ടുള്ളത്. അതായത് ഒന്നിലധികം അണ്ഡാശയങ്ങൾ കൂടിച്ചേർന്നാണ് സ്ട്രോബെറി ഉണ്ടായിരിക്കുന്നത്. പഴത്തിൻ്റെ പുറത്ത് കാണപ്പെടുന്ന ഓരോ വിത്തും യഥാർത്ഥത്തിൽ അണ്ഡാശയങ്ങളിൽ ഒന്നാണ്. ശരാശരി 200ഓളം വിത്തുകൾ ഒരു സ്ട്രോബെറിയുടെ തൊലിയിൽ ഉണ്ടായിരിക്കും. പഴയ ആംഗ്ലേയ പദമായ സ്ട്രൂബെലിച്ചിൽ നിന്നുമാണ് സ്ട്രോബെറി എന്ന വാക്കുണ്ടായത്. ഈ പഴത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ നിന്നുമാണ് ഈ പേരുണ്ടായത് എന്ന് കരുതപ്പെടുന്നു. സ്ട്രോ എന്ന പദത്തിൻ്റെ അർത്ഥം പഴത്തിൻ്റെ തണ്ട് എന്നാണ്. ഇത് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുവാൻ സഹായിക്കുന്നു. കൂടാതെ മറ്റു യൂറോപ്യൻ ഭാഷകളിലൊന്നും തന്നെ ഈ പേര് നിലവിലില്ല എന്നും കരുതപ്പെടുന്നു. സ്വന്തമായി തന്നെ രുചികരമായ ഒരു പഴമാണ് സ്ട്രോബെറി. എന്നാൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ ക്രീമിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ അതിൻ്റെ സ്വാദ് വളരെ മികച്ചതാക്കുന്നു. മനസ്സിലെവിടെയോ മാഞ്ഞുകിടക്കുന്ന രുചിയോർമ്മകളെ ഉണർത്താൻ ചോക്ലേറ്റിൽ മുക്കിയ ഒരു സ്ട്രോബെറിക്ക് കഴിയുമല്ലേ? റോസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പഴമാണ് സ്ട്രോബെറി. ഇത് ഉപഭോഗത്തിനായി വിളവെടുക്കുന്ന പഴമാണെങ്കിൽ കൂടെ റോസ് കുടുംബം എന്നും അറിയപ്പെടുന്നു. സാധാരണയായി സ്ട്രോബെറികൾ വടക്കൻ അർദ്ധഗോളത്തിലെ മിതശീതോഷ്ണ പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഇത് ലോകമെമ്പാടും വളർത്തുകയും വിളവെടുക്കുകയും ചെയ്യുന്നു. സ്ട്രോബെറിയുടെ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന ആന്തോസയാനിനുകളാണ് അവയ്ക്ക് നല്ല ചുവപ്പു നിറം നൽകുന്നത്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ആന്തോസയാനിൻ എന്ന ഈ തന്മാത്രകൾ വിവിധ പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്നു. അവയ്ക്ക് നല്ല തിളക്കമുള്ള വർണ്ണങ്ങൾ നൽകുന്നു. സസ്യം നിൽക്കുന്ന പരിസ്ഥിതിയെ കൂടി ആശ്രയിച്ചാണ് ഈ നിറങ്ങൾ ഉണ്ടാവുക. സ്ട്രോബെറിയുടെ തൊലിയുടെ ഏകദേശം 3/4 ഭാഗത്തോളം പച്ച നിറത്തിൽ നിന്നും ചുവപ്പായി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞിരിക്കും. കൂടാതെ സ്ട്രോബെറികളിൽ കാണപ്പെടുന്ന ആന്തോസയാനിനുകളിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഇത് അവയെ തൊലി കളയാതെ കഴിക്കാനുള്ള ഒരു കാരണമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, അതായത് USDA പ്രകാരം അമേരിക്കയിലെ 94% കുടുംബങ്ങളും സ്ട്രോബെറി ഫ്രഷ് ആയോ ശീതീകരിച്ച നിലയിലോ ഉപയോഗിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രോബെറി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. 8 വലിയ സ്ട്രോബെറികൾ ഒരു പഴത്തിന് തുല്യമാണ്. സ്ട്രോബെറി പഴങ്ങളുടെ വലിപ്പം സീസണുകളിൽ വ്യത്യാസപ്പെടുന്നു. അവയുടെ വലിപ്പം സാധാരണയായി അളക്കുന്നത് വ്യാസത്തിലാണ്. സ്ട്രോബെറി പഴങ്ങൾ അതിൻ്റെ സസ്യത്തിൽ നിന്നും പുതുതായി പറിച്ചെടുക്കുമ്പോൾ തന്നെ കഴിക്കാവുന്നതാണ്. പാചകം ചെയ്യുന്നതിന് നിരവധി രീതികളുണ്ടെങ്കിലും പച്ചയ്ക്ക് കഴുകിയതിനു ശേഷം നേരിട്ട് കഴിക്കുന്നത് കൂടുതൽ വൈറ്റമിനുകളും ധാതുക്കളും മറ്റ് ആരോഗ്യ ഗുണങ്ങളും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൃത്രിമ സ്ട്രോബെറി സുഗന്ധവും സ്വാദും, അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇവ നിർമ്മിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ ചേരുവകളിൽ യഥാർത്ഥ സ്ട്രോബെറി ഉപയോഗിക്കപ്പെടുന്നേയില്ല എന്നതൊരു വസ്തുതയാണ്.
കൃത്രിമ സ്ട്രോബെറി രുചികളിൽ സാധാരണയായി കാസ്റ്ററിയം എന്ന ഫുഡ് അഡിറ്റീവാണ് ഉപയോഗിക്കുന്നത്. ഇത് വാനില അല്ലെങ്കിൽ റാസ്ബെറി രുചികളേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധത്തേക്കാൾ മികച്ച ഒരു ഫ്ലേവർ എൻഹാൻസർ ആണ്. കൂടാതെ കാസ്റ്റോറിയം എന്നത് ആൺ അല്ലെങ്കിൽ പെൺ ബീവറുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഗ്രന്ഥിയിൽ നിന്നും പുറത്തുവരുന്ന സ്രവമാണ്. ഇത് സാധാരണയായി നിരവധി കൃത്രിമ സുഗന്ധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സ്ട്രോബെറി വസ്തുതകൾ പരിചയപ്പെട്ടാലോ? ഒന്നാമതായി, കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് സ്ട്രോബെറി. ഏകദേശം 53% കുട്ടികളും മറ്റേതൊരു പഴത്തേക്കാളും ഇഷ്ടപ്പെട്ട പഴമായി സ്ട്രോബെറിയെ തിരഞ്ഞെടുക്കും. രണ്ടാമതായി, സ്ട്രോബെറിക്കായി മാത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം ബെൽജിയത്തിലുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ മ്യൂസിയം ഓഫ് സ്ട്രോബെറി ആൻഡ് ദ ലാൻഡ് ഓഫ് ദ വെപ്പിയൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു സ്ട്രോബെറി ആരാധകനാണെങ്കിൽ ഒരിക്കലും മറക്കാതെ സന്ദർശിക്കേണ്ട ഒരിടമാണിത്. മൂന്നാമതായി, സ്ട്രോബെറി കുറച്ച് കൂടുതൽ പഴുത്ത് പാകമായി പോയോ? എങ്കിൽ അവ വലിച്ചെറിഞ്ഞ് കളയല്ലേ. പകരം നമുക്ക് പഴുത്ത സ്ട്രോബെറി ഉപയോഗിച്ച് രുചികരമായ ജാം ഉണ്ടാക്കാവുന്നതാണ്. ഒരു പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചികരമായ ജാം. നാലാമതായി, അതായത് മറ്റൊരു രസകരമായ വസ്തുത എന്തെന്നാൽ ടെന്നീസ് കളിക്കാരും സ്ട്രോബെറി ആസ്വദിച്ച് കഴിക്കുന്നു. എല്ലാ വർഷവും നടത്തപ്പെടുന്ന വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിൽ ഏകദേശം 27,000 സ്ട്രോബെറിയോളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ടെന്നീസ് കളിക്കാർക്ക് ഇത്രയേറെ ഊർജം ലഭിക്കുന്നതിൽ ഈ പഴത്തിനും ഒരു പങ്കുണ്ട്. അഞ്ചാമതായി, ചുമന്ന സ്ട്രോബെറികൾ കൂടാതെ ചിലയിനം സ്ട്രോബെറികൾ വ്യത്യസ്തവും അതുല്യവുമായ നിറത്തിൽ കാണപ്പെടുന്നു. സ്വാഭാവികമായ ചുവപ്പ് നിറമല്ലാതെ മഞ്ഞ, പച്ച, വെള്ള, പർപ്പിൾ, കറുപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. ജനിതക മാറ്റം ഇതിനൊരു പക്ഷേ കാരണമായേക്കാം. ഇത് അവയുടെ രുചിയെയും ബാധിച്ചേക്കാം. ചിലയിനം സ്ട്രോബെറികൾക്ക് പൈനാപ്പിളിൻ്റെ സ്വാദുണ്ട്. ആറാമതായി, കഴിക്കാറാകുമ്പോൾ മാത്രമേ നിങ്ങൾ സ്ട്രോബെറി മുറിക്കാവൂ, അല്ലെങ്കിൽ അവ പെട്ടെന്ന് കേടാകുന്നു. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാലോ? സ്ട്രോബെറി കാലറി മൂല്യവും കൊളസ്ട്രോൾ അഥവാ കൊഴുപ്പും കുറഞ്ഞ ഒരു ഫലമാണ്. പോഷകാഹാര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ദൈനംദിന ഭക്ഷണത്തിൽ സ്ട്രോബെറി ഉൾപ്പെടുത്തുന്നവർക്ക് നിരവധി പോഷക ഗുണങ്ങൾ ലഭിക്കുന്നു. വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും മികച്ച കലവറയാണ് സ്ട്രോബെറി. നമുക്ക് ലഭ്യമായ 20 പഴങ്ങൾ എടുത്താൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും മാംഗനീസ്, പൊട്ടാസ്യം എന്നിവയുടെയും അതുല്യമായ കലവറയാണ് സ്ട്രോബെറി. പുരാതന റോമൻ കാലഘട്ടത്തിൽ സ്ട്രോബെറി പഴങ്ങൾ പനി, തൊണ്ടവേദന, വൃക്കയിലെ കല്ല് എന്നിവയ്ക്കും വിഷാദ രോഗത്തിനും ചികിത്സയ്ക്കായി ഉപയോഗിക്കാമെന്ന് കരുതി വന്നിരുന്നു. കൂടാതെ നിരവധി ചർമ്മ പ്രശ്നങ്ങൾ, ഉദാഹരണമായി സൂര്യാഘാതം, പാടുകൾ എന്നിവയ്ക്കെല്ലാം ഈ ഫലം ചതച്ച് മരുന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയോ അല്ലെങ്കിൽ നേരിട്ട് ചർമ്മത്തിൽ തടവുകയോ ചെയ്തിരുന്നു. ചില പുരാതന റോമാക്കാർ ഈ ഫലത്തിനെ വായ്നാറ്റം ശമിപ്പിക്കുന്നതിനും പല്ലുകൾ വെളുപ്പിക്കുന്നതിനും ഉപയോഗിച്ചു പോന്നിരുന്നു. സ്ട്രോബെറിയുടെ ഏകദേശം 91% ജലമാണ്. ഇത് കഴിക്കുന്നത് വഴി ദൈനംദിന ജല ഉപഭോഗം നടക്കുന്നതിനും കാരണമാകുന്നു. നാരുകളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും മികച്ച ഉറവിടമാണ് സ്ട്രോബെറി. കാലറി മൂല്യം കുറവായ ഈ പഴങ്ങൾ ഭാരം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ലഘുഭക്ഷണമാണ്. കൂടാതെ വൈറ്റമിൻ സി, B6, വൈറ്റമിൻ കെ എന്നിവയും നമ്മുടെ ശരീരത്തിന് പ്രധാനമായും ആവശ്യമായ നാരുകൾ അഥവാ ഫൈബർ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം എന്നിവയുടെയും പ്രധാനപ്പെട്ട കലവറയുമാണ്. ക്യാൻസറിനെതിരെ പോരാടാനും സ്ട്രോബെറി സഹായിക്കുന്നു. കൊള്ളാമല്ലേ? വൈറ്റമിൻ സി പൊതുവെ അസ്കോർബിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മനുഷ്യരുടെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ, അതായത് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുകയും ശരീരകോശങ്ങളുടെ വളർച്ചാ വികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ എല്ലുകൾ, പല്ലുകൾ, തരുണാസ്ഥി എന്നിവയുടെ ആരോഗ്യത്തിനും വൈറ്റമിൻ സി വളരെ നല്ലതാണ്. ഇതുകൂടാതെ തന്നെ സ്ട്രോബെറിയിൽ ധാരാളം സസ്യസംയുക്തങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇത് ഹൃദയാരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. കൂടാതെ പച്ചയ്ക്ക് സ്ട്രോബെറി പഴം കഴിക്കുന്നത് വഴി ഒരാളുടെ രക്തത്തിലെ പഞ്ചസാര അഥവാ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ചർമ്മത്തിന് തിളക്കം നൽകുവാനും സഹായിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണത്തിന് നല്ലൊരു കൂട്ടിച്ചേർക്കലാണ് സ്ട്രോബെറി. സ്ഥിരമായി സ്ട്രോബെറി കഴിക്കുന്നത് വഴി ധാരാളം വൈറ്റമിൻ സി ലഭിക്കുന്നു. ഇത് ശരീരത്തിലെ ഓക്സിറ്റോസിൻ അളവ് ഉയർത്തുന്നതിന് കാരണമാകുന്നു. ഇത് സെക്ഷുവൽ ഡിസയർ ഉയർത്തുന്നു. ഇനി സ്ട്രോബെറിയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? പ്രതിദിനം കഴിക്കാവുന്ന സ്ട്രോബെറിയുടെ അളവ് ഏകദേശം 8 ഇടത്തരം സ്ട്രോബെറിക്ക് തുല്യമാണ്. ധാരാളം സ്ട്രോബെറി കഴിക്കുന്നത് ഗ്യാസ്, ഡയേറിയ എന്നിവയ്ക്ക് കാരണമായി തീരും. വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കാൻ സ്ട്രോബെറിക്ക് കഴിയും. സ്ട്രോബെറിയിൽ നിന്നും ലഭിക്കുന്ന അധിക പൊട്ടാസ്യം പുറത്തേക്ക് കളയാൻ കഴിയാത്തതിനാലാണിത്.
ധാരാളം സ്ട്രോബെറി കഴിക്കുന്നത് ഒരു വ്യക്തിക്ക് ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഹൃദയമിടിപ്പിലെ വ്യത്യാസങ്ങൾ കൂടാതെ ഛർദി അഥവാ വൊമിറ്റിംഗ് എന്നിവയ്ക്കും കാരണമായി തീരും. കുട്ടികൾക്കിടയിൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നതിന് സ്ട്രോബെറി കാരണമാകുന്നു. ശരീരത്തിന് ചുറ്റും റാഷസ്, വായ്ക്കകത്ത് ചൊറിച്ചിലുണ്ടാകുന്നതിനും കാരണമാകുന്നു. ചിലർക്ക് അനാഫിലാക്സിസ് പോലുള്ള ഗുരുതരമായ അലർജി പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ഇതൊരു പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കാം. ഇനി നമുക്ക് സ്ട്രോബെറിയുമായി ബന്ധപ്പെട്ട ചില മിഥ്യകൾ പരിശോധിച്ചാലോ? ഒന്നാമതായി, മധ്യകാലത്ത് നടന്നിരുന്ന ചടങ്ങുകളിൽ സ്ട്രോബെറി വിളമ്പുന്നത് സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു. നൂറ്റാണ്ടുകളായി സ്ട്രോബെറിയെ ചുറ്റിപ്പറ്റി നിരവധി അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ സ്ട്രോബെറി പഴങ്ങൾ തിളപ്പിച്ചോ പാചകം ചെയ്തോ അതിഥികൾക്ക് നൽകി വന്നിരുന്നു. ചിലപ്പോഴൊക്കെ സവർണ വിഭാഗക്കാർ ആഘോഷങ്ങളിൽ വിലയേറിയ സ്ട്രോബെറി വിഭവങ്ങളായ പൊട്ടേജസ്, പുഡിംഗ് അല്ലെങ്കിൽ കട്ടിയായ സൂപ്പ് എന്നിവ വിളമ്പിയിരുന്നു. കാരണം സ്ട്രോബെറി പച്ചയായി കഴിക്കുന്നത് അപകടമാണെന്ന് അവർ വിശ്വസിച്ചു വന്നു. രണ്ടാമതായി, പുരാതന റോമിൽ സ്ട്രോബെറി പഴം വീനസിന്റെ പ്രതീകമായി അറിയപ്പെട്ടിരുന്നു. സ്നേഹത്തിന്റെ ഗ്രീക്ക് ദേവതയാണ് വീനസ്, ഗ്രീക്ക് ഗോഡസ് ഓഫ് ലവ്. ഈ സമയം ചുമന്ന പഴങ്ങൾക്ക് എന്തൊക്കെയോ നിഗൂഢ ശക്തികളുണ്ടെന്നും അവർ വിശ്വസിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ പുരാതന ഗ്രീക്കുകാരെ സ്ട്രോബെറിയും അതുപോലുള്ള മറ്റു ചുമന്ന പഴങ്ങളും ഭക്ഷണങ്ങളും കഴിക്കുന്നതിൽ നിന്നും വിലക്കുന്നതിനും കാരണമായി. ഞങ്ങൾ നൽകിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പുതിയൊരു കണ്ടന്റുമായി വരുന്നതിനുള്ള പ്രചോദനമാണ്.